നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് പേടിയുണ്ടോ? അതേപോലെ തന്നെ മറ്റൊരാളിലെ കുറവ് എന്നെങ്കിലും നിങ്ങൾക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നാൻ കാരണമായി മാറിയിട്ടുണ്ടോ? ഞാനിപ്പോ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും രണ്ട് എക്സ്ട്രീം കണ്ടീഷൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന രണ്ടുപേർ ജീവിതത്തിൽ കൂട്ടിമുട്ടുകയും തുടർന്ന് നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയ റൊമാൻറ്റിക് ആയ കാര്യങ്ങൾ ക്യൂട്ടായി പറഞ്ഞ 2021 റിലീസായ പാരസൈറ്റ് ഇൻ ലവ് എന്ന കഥയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് പാതിരാത്രിയിൽ നമ്മുടെ കഥാനായകനായ കൊസാക്ക എന്ന ടീനേജുകാരൻ ചില പ്രോഗ്രാംസ് കോഡ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ഡിസംബർ 24 ഈ ലോകത്തെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നിശ്ചലമാക്കാൻ പോകുന്ന ചില വൈറസുകളെയാണ് അവൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ ലോകത്തോട് തന്നെ വെറുപ്പാണ്. തന്നെ ഒറ്റപ്പെടുത്തി ഈ ലോകത്തെ ജനങ്ങൾ അങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സന്തോഷിക്കേണ്ട എന്ന കണക്കുകൂട്ടലിലാണ് അവൻ ഈ കാര്യം ചെയ്യുന്നത്. കൊസാക്കയുടെ 8 വയസ്സിൽ അവന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവന്റെ ജീവിതം വളരെ ഒറ്റപ്പെടലായിരുന്നു. കൊസാക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവനൊരു ജേം ഫോബിക് ആണ്. അതായത് അവന് ഭയങ്കരമായിട്ട് കൈ കഴുകുന്ന ശീലമുണ്ട്. മറ്റുള്ളവരുടെ കൈയെല്ലാം വൃത്തിഹീനമാണ്, എന്റെ കൈ നല്ല വൃത്തിയായിരിക്കണം, അവരെ തൊട്ടാല് എന്റെ കയ്യിലേക്ക് അവരുടെ കയ്യിൽ നിന്ന് അണുക്കൾ വരും എന്ന ചിന്തയിൽ അവൻ സർവ്വസമയം ഇരുന്ന് കൈ ഇങ്ങനെ കഴുകും. സത്യം പറഞ്ഞാൽ അവന്റെ കണ്ണില് അവന്റെ കൈകൾ നോക്കുമ്പോൾ വളരെ കീടാണുക്കൾ ഉള്ളതുപോലെ തോന്നുമെങ്കിലും അവന്റെ കൈ നമുക്ക് കാണുമ്പോൾ വൃത്തിയുള്ളതായിരിക്കും. എങ്കിലും അവൻ ഇങ്ങനെ തേച്ച് കഴുകി അവന്റെ കൈ വല്ലാത്തൊരു കോലത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. അവന്റെ ഉള്ളിലെ ഈ ഒരു ഫോബിയ കാരണം അവൻ മറ്റുള്ളവരോട് ഇടപെടാനൊന്നും പോവാതെ ഒരു ഒറ്റപ്പെട്ട ജീവിതം തന്നെ നയിക്കുന്നു. കൊസാക്കയ്ക്കുള്ള പ്രശ്നം നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാം. അവളുടെ പേര് സന എന്നാണ്. സനയ്ക്കും ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് കൈ കഴുകുന്നതിന്റെയോ അണുക്കളുടെ ഒന്നും അല്ല. അവൾക്ക് ആളുകൾ അവളെ നോക്കുന്നത് തീരെ ഇഷ്ടമല്ല. ആളുകൾ അവളെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നുന്ന അവൾക്ക് അവരുടെ കണ്ണൊക്കെ വളരെ വികൃതമായ രൂപത്തിലേക്ക് മാറുന്നതായും അവളെ പേടിപ്പിക്കുന്നതായും ഒക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ആളുകളുമായി ഉണ്ടാവുന്ന ഐ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാനായി അവൾ എപ്പോഴും ഒരു ഹെഡ്ഫോണും വെച്ചാണ് നടക്കാറുള്ളത്. സനയുടെ അമ്മ അവളുടെ ചെറുപ്പത്തിൽ ആത്മഹത്യ ചെയ്തതാണ്. അതിനുശേഷമാണ് ഇവൾ ഇത്തരത്തിലൊരു ഫോബിയ ഫീൽ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൊസാക്ക ബസ്സിൽ പോകുന്ന സമയത്ത് ഒരാൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണുന്നു. വിരലൊക്കെ ലിക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നത് കാണുന്ന അവന് വല്ലാത്ത അറപ്പ് തോന്നുന്നു. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഛർദിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ആ വഴി സന പോകുന്നു. അവൾ ആദ്യം ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവൾ മുന്നോട്ട് പോകുന്ന സമയം ഇവൻ പുറകിലായി തല കറങ്ങി വീഴുന്നത് ശ്രദ്ധിക്കുന്ന അവൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവൾ ഇവനെ കൊണ്ടുപോകുന്നത് ഇവളുടെ മുത്തശ്ശൻ നടത്തുന്ന ഹോസ്പിറ്റലിലാണ്. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തി മയങ്ങുന്ന കൊസാക്ക അവന്റെ റൂമിൽ ഇസൂമി എന്ന ഒരാളെ കാണുന്നു. ഇയാൾ ആരാണ് എന്താണ് എന്നറിയാത്ത കൊസാക്ക ആകെ പാനിക് ആവുന്നുണ്ട്. കാരണം ഒന്നാമത് ഇവന് മറ്റുള്ള ആളുകൾ തന്റെ റൂമിലേക്ക് വരുന്നതോ താനുമായി ഇടപെടുന്നതോ ഒന്നും തീരെ ഇഷ്ടമല്ല. കൂടാതെ ഇയാൾ ആരാണെന്നേ അവൻ അറിയില്ല. ഇസൂമി ആകട്ടെ അവനെ ഭീഷണിപ്പെടുത്തുന്നു. നീ ഞാൻ പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയെ നോക്കണം, നീ ഇത് ചുമ്മാ ചെയ്യേണ്ട, കാശ് ഓഫർ ചെയ്യാന്ന് അയാൾ പറയുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ വൈറസ് ഡെവലപ്പ് ചെയ്ത കാര്യം ഞാൻ പോലീസിനെ അറിയിക്കുമെന്ന് ഇസൂമി ഭീഷണിപ്പെടുത്തുമ്പോൾ അവൻ സമ്മതിക്കുന്നു. അങ്ങനെ ഇസൂമിയുടെ ആവശ്യപ്രകാരം ഇവൻ അടുത്ത ദിവസം മുതൽ നോക്കേണ്ട പെൺകുട്ടി സനയാണ്. ഇവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച അതേ പെൺകുട്ടി തന്നെ. അങ്ങനെ അടുത്ത ദിവസം അവൻ ഇസൂമി പറഞ്ഞതുപോലെ സനയെ കാണാനായി ചെല്ലുന്നു. സനയ്ക്കും തന്നെ നോക്കാനായി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവനെ കണ്ടപാടെ അവൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതല്ലേ, നിങ്ങൾ തന്നെയാണോ എന്റെ കാര്യം നോക്കാൻ വന്നിരിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോ ഇവൻ മറുപടി പറയുന്നില്ല. അവളാകട്ടെ അവനോട് നിങ്ങൾക്ക് അയാൾ തരാന്ന് പറഞ്ഞ കാശിന്റെ പകുതി എനിക്ക് തന്നാലേ നിങ്ങളെ എന്നെ നോക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് സന പറയുമ്പോൾ കാശിന് നല്ല ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കൊസാക്ക അതിന് സമ്മതിക്കുന്നു. എനിക്ക് കുറച്ച് അഡ്വാൻസ് എങ്ങ് താന്ന് അവള് പറയുമ്പോ അഡ്വാൻസ് കിട്ടിയ കാശ് വീട്ടിലിരിക്കാണ്, പോയി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോകുമ്പോ ഇവളും പുറകെ പോകുന്നു. ഇവളെ വീട്ടിനകത്തേക്ക് കയറ്റാതെ പുറത്തു തന്നെ നിർത്തി അവൻ കാശ് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ടെങ്കിലും ബലമായി അകത്തേക്ക് കയറുന്നു. ഇവളവിടെ കട്ടിലയിൽ ഇരിക്കുമ്പോഴും അവിടെയുള്ള സാധനങ്ങളിൽ തൊടുമ്പോഴും വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഇവൻ വളരെയധികം പാനിക് ആകുന്നുണ്ട്. ഇവന്റെ ഈ വെപ്രാളം ഇതൊക്കെ കണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഉടനെ അവൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം കഴുകാനായി ഇടുന്നു. കാരണം മറ്റുള്ളവർ തന്റെ സാധനങ്ങൾ തൊടുന്നത് ഇവന് തീരെ ഇഷ്ടമല്ല. മറ്റുള്ളവർ തൊട്ടാൽ തന്റെ സാധനങ്ങളിൽ കീടാണുക്കൾ വരുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഇനി ഇവളെ തനിക്ക് നോക്കാൻ വയ്യ എന്ന് ഇസൂമിയെ കൊസാക്ക ഫോൺ വിളിച്ചറിയിക്കുമ്പോ പറ്റത്തില്ല, ഞാൻ ഒരു ജോലി ഏൽപ്പിച്ചാല് നീ അത് ചെയ്തേ മതിയാകൂ എന്ന് അയാൾ അവനോട് തീർത്തു പറയുന്നു. പക്ഷെ അവൻ അവളെ വീണ്ടും ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം അവളെ കാണാനായി പോകുന്നില്ല. പക്ഷെ അവൾ അവനെ തേടി അവന്റെ താമസ സ്ഥലത്തെത്തുന്നു. അവന്റെ വീട്ടിലേക്ക് വീണ്ടും അതിക്രമിച്ച് കയറി സാധനങ്ങളിലൊക്കെ തൊടുമ്പോ അസ്വസ്ഥനാകുന്ന അവൻ വീണ്ടും വളരെ പാനിക്കായി തല കറങ്ങി വീഴുന്നു. അവന് പിന്നീട് ബോധം വരുമ്പോഴേക്കും അവൾ അവിടെ തന്നെ ഉണ്ട്. തല കറങ്ങി വീഴുന്ന സമയത്ത് ഇവൻ വോമിറ്റ് ചെയ്തിരുന്നു. അതെല്ലാം അവൾ ക്ലീൻ
ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിരിക്കുകയാണ്. തനിക്ക് ഇതുപോലെ ഒരു പ്രത്യേക രോഗമുണ്ടെന്ന് പറയുമ്പോ അതെനിക്കറിയാം എന്നവള് വളരെ കൂളായി പറയുന്നു. അതിനുശേഷം വീണ്ടും ഇവർ ഒരു കഫേയിൽ വെച്ച് കണ്ട് സംസാരിക്കുന്നു. ആ സമയത്ത് രണ്ടുപേർക്കുമുള്ള അവസ്ഥകളെ പറ്റി അവർ പരസ്പരം തുറന്നു പറയുന്നു. കൂടാതെ സനയെ നോക്കുന്നതിന് കൊസാക്കിക്ക് കിട്ടുന്ന കാശിന്റെ ഒരു വിഹിതം അവൻ സനയ്ക്ക് അവിടെ വെച്ച് കൊടുക്കുന്നു. അവൾ ആ കാശുമായി പോകുന്ന സമയത്ത് കുറച്ചു പേരെത്തുകയും അവളുടെ കയ്യിൽ നിന്ന് കാശും ബാഗും ഹെഡ്ഫോണും എല്ലാം തട്ടിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഹെഡ്ഫോൺ ചെവിയിൽ നിന്ന് മാറുന്ന സമയത്ത് അവൾ സൗണ്ടുകൾ ശ്രദ്ധിക്കുന്നു. കുറേയധികം നാളുകളായി ഈ ഹെഡ്ഫോൺ തലയിൽ വെച്ച് ഒറ്റപ്പെട്ട് നടക്കുന്ന ഇവൾ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ടുകൾ കേൾക്കുമ്പോ ആകെ പാനിക് ആവുകയാണ്. അവൾ അങ്ങനെ റോഡിൽ ഇരിക്കുമ്പോൾ ആളുകൾ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അടുത്തേക്ക് എത്തുമ്പോ അവരുടെ കണ്ണുകൾ കണ്ട് ഇവൾ വീണ്ടും പേടിക്കുന്നു. ഇവൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവളുമായി വളരെ ക്ലോസ് സർക്കിളിലുള്ള ആളുകളെ ഫേസ് ചെയ്യാനായി കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ കൊസാക്കിയെ കോണ്ടാക്ട് ചെയ്യുകയും അവൻ ഓടിയെത്തി അവളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊസാക്കിയെ സനയെ നോക്കാനായി ഏൽപ്പിച്ച ഇസൂമി സനയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണെന്ന്. അവളുടെ ഉള്ളിൽ ചില വൈറസുകളുണ്ട്. ആ വൈറസുകളാണ് ഇത്തരത്തിൽ പേടി അവളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ആ വൈറസുകളെ മാറ്റി അവളെ നോർമൽ ആക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇസൂമി നൽകുന്നത്. അങ്ങനെ രണ്ട് ഫോബിയാസ് ഉള്ള ഇവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ബോണ്ടിങ്ങിലൂടെ സനയെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനായിട്ടാണ് ഡോക്ടറും മുത്തശ്ശനും ശ്രമിക്കുന്നത്. അത് സനയ്ക്കും നന്നായി അറിയാം. അവൾക്ക് പക്ഷെ ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കൊസാക്കിയുമായിട്ടുള്ള ഇടപെടലിൽ അവന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിൽ അവന്റെ കൂടെ കറങ്ങി നടക്കുന്നതിൽ അവന്റെ കൂടെ സംസാരിക്കുന്നതിൽ നിന്നെല്ലാം അവൾക്ക് അവനോട് ഒരിഷ്ടം ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവന്റെ ഫീലിംഗ്സിനെ വെച്ച് കളിക്കുന്നതിനോട് അവൾക്ക് താല്പര്യമില്ല. രണ്ടുപേരും അവരുടെ ജീവിതത്തിന്റെ ഇത്രയും നാള് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില പ്രശ്നങ്ങളിൽ നിന്ന് അഫക്റ്റഡ് ആയി മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ടായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിക്കഴിഞ്ഞ് രണ്ടുപേരും അവരവരുടെ പേടികളെ ഓവർകം ചെയ്ത് സാധാരണ ആളിനെ പോലെ ജീവിക്കാനായി പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഫോബിയാസ് ഉള്ളവർക്ക് വോം ശരീരത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആത്മഹത്യ ചെയ്ത സനയുടെ അമ്മയായ മായയ്ക്കും ഇതേപോലെ ഒന്നുണ്ടായിരുന്നു. ആ വോമിന്റെ കൺട്രോൾ മൂലമാണ് ഇവർക്ക് ഇങ്ങനെ ഫോബിയാസ് വരുന്നത്. അതേ വോം തന്നെയാണ് മായയുടെ ആത്മഹത്യയിലേക്കും നയിച്ചത്. അവളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അത് അവളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചു. അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് സന പോകാതിരിക്കാനാണ് അവളെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനായി ഇവർ നോക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊസാക്കി അന്ന് അഡ്മിറ്റ് ആയ സമയത്ത് അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഡോക്ടർക്കാണ് ഇവന്റെ ശരീരത്തിലും അതേ വോം ഉണ്ടെന്നും ഇവനെയും സനയും കൂടി ഒന്നിച്ചു കൊണ്ടുപോയാൽ സനയുടെ രോഗം പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയുമെന്നും മനസ്സിലായത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സനയുടെ ശരീരത്തിലുള്ള അവൾക്ക് പേടി ഉണ്ടാക്കുന്ന അവളെ കൺട്രോൾ ചെയ്യുന്ന ആ വോം എന്നോ വൈറസ് എന്നോ ഒക്കെ പറയുന്ന ഒരു പാരസൈറ്റ് ഉണ്ടല്ലോ, കൊസാക്കിയുടെ ശരീരത്തുള്ള അതിനോട് സിമിലർ ആയ പാരസൈറ്റിനോട് ഒരു അട്രാക്ഷൻ തോന്നുകയും ഇണചേരാനായും എക്സ് റീപ്രൊഡ്യൂസ് ചെയ്യാനായും അവർക്ക് ആത്മഹത്യാ ടെൻഡൻസി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഇവരുടെ റിലേഷൻ ഡീപ്പായി പോകുന്നതിന് മുന്നേ ട്രീറ്റ്മെന്റിലൂടെ സനയെ ഭേദമാക്കിയെടുക്കണം. ട്രീറ്റ്മെന്റിന് സനയ്ക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അവൾക്ക് തന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊസാക്കിയെ വലിച്ചിടുന്നതിനോടാണ് താല്പര്യമില്ലാത്തത്. പക്ഷേ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലോ മുന്നേ തോന്നിയ ഫീലിംഗ്സ് ഒന്നും അതേ ആളിനോട് തോന്നാതാകും. അതായത് പ്രണയം അവർക്കിടയിൽ ഇല്ലാതാകും. ആ ഒരു കാര്യം കൊണ്ട് കൊസാക്കിയെ മറക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ സന ആകെ അസ്വസ്ഥപ്പെടാണ്. സന കൊസാക്കിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് കരുതി അവനെ കാണാനായി പോകുന്നുണ്ടെങ്കിലും അവൾക്കത് പറയാൻ കഴിയാതെ അവൾ മടങ്ങി പോകുന്നു. അടുത്ത ദിവസമാണ് അവളുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുക. ട്രീറ്റ്മെന്റിന്റെ അവസാനം അവൾ കൊസാക്കിയെ പൂർണ്ണമായും മറക്കും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിന് നിൽക്കാതെ ഒളിച്ചോടുകയാണ്. അത് മനസ്സിലാക്കുന്ന ഇസൂമി കൊസാക്കിയെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ശരീരത്തുള്ള പാരസൈറ്റുകളെ വെച്ച് സനയുടെ അസുഖത്തെ ഭേദമാക്കാനാണ് താൻ കണക്ക് കൂട്ടിയതെന്നും പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊസാക്കിയോടുള്ള ഇഷ്ടം മാറുമെന്നതുകൊണ്ട് തന്നെ അതിന് തയ്യാറാകാതെ ഒളിച്ചോടി പോയെന്നും. സനയുടെ അമ്മയ്ക്കും ഇതേ ഒരു പാരസൈറ്റ് ശരീരത്തുണ്ടായിരുന്നു. ഇസൂമിയെ പരിചയപ്പെട്ട് അയാളുമായി പ്രണയത്തിലായി കഴിഞ്ഞാണ് അവരുടെ അസുഖം ഭേദമായി വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പൂർണ്ണമായും ഭേദമാക്കുന്ന ട്രീറ്റ്മെന്റിന് അവർ തയ്യാറായില്ല. കാരണം ഇയാളെ മറക്കുമെന്ന ആ ഒരു പേടികൊണ്ട്. അങ്ങനെ മൊത്തത്തിൽ പാരസൈറ്റ് അവരെ കൺട്രോൾ ചെയ്ത ഒരു സമയത്താണ് അവർ ആത്മഹത്യ ചെയ്തത്. അതേ ചരിത്രം സനയ്ക്ക് ആവർത്തിക്കരുതെന്നാണ് ഞാനും അവളുടെ മുത്തശ്ശനും ആഗ്രഹിക്കുന്നത്. എന്നെല്ലാം ഇസൂമി ആകെ ഇമോഷണൽ ആകുമ്പോൾ തനിക്ക് അവളെ നഷ്ടമായാലും അവൾ നോർമൽ ആയ ഒരാളെ പോലെ ജീവിക്കുന്നത് കണ്ടാൽ മതിയെന്ന തീരുമാനത്തിൽ കൊസാക്കി എത്തുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ അന്വേഷിച്ചു പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവൻ അവളെ കാണുമ്പോൾ അവൾ ട്രെയിൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവനെയും കൂട്ടി അവൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തത്. കൊസാക്കിയെ മറന്ന് തനിക്കും ജീവിക്കേണ്ട, അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അവള് പറയുന്നു.
പറയുമ്പോൾ അവൻ അവളെ തടുക്കുന്നു. ട്രീറ്റ്മെന്റിലൂടെ സന കൊസാക്കയെ മറക്കും പോലെ തന്നെ കൊസാക്കയുടെ ഓർമ്മകളിൽ നിന്നും സന മാഞ്ഞു പോകും. കാരണം അവനും ഇതിന്റെ ഭാഗമായി ട്രീറ്റ്മെന്റിന് വിധേയമാകും. ഈ കാര്യം മനസ്സിലാക്കുന്ന അവൻ ട്രീറ്റ്മെന്റിന് താൻ തയ്യാറാവില്ല എന്ന് അവൾക്ക് വാക്ക് നൽകുന്നു. പക്ഷേ ഇവരെ മുത്തശ്ശൻ കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെന്റിന് അവര് പോലും അറിയാതെ വിധേയമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊസാക്കയ്ക്ക് ബോധം തെളിയുമ്പോൾ മുത്തശ്ശൻ ആ കാര്യം അവനോട് പറയുന്നു. പക്ഷെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവന് സനയോട് ഇപ്പോൾ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മടങ്ങി പോകുന്നു. അവനിപ്പോൾ 27 വർഷങ്ങളായി അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫോബിയ മാറിയിരിക്കുന്നു. ആളുകളുമായി ഇടപെടാം, കൂട്ടുകൂടാം, പൊതുസ്ഥലങ്ങളിൽ കൂളായി നടക്കാം. അവന് യാതൊരു പ്രശ്നവുമില്ല. അവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആ ഒരു ജീവിതം അവനിപ്പോൾ വളരെ ആസ്വദിക്കുന്നു. പക്ഷെ സനയ്ക്ക് പൂർണ്ണമായും ഇവന്റെ ഓർമ്മകൾ മാറിയിട്ടില്ല. അവൾക്ക് ഇവന്റെ ഓർമ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവൾ അവനൊരു കത്ത് അയക്കുന്നു. ആ കത്ത് വായിക്കുന്ന അവൻ അതിൽ അവൾ അവനുമൊത്തുള്ള ഓർമ്മകൾ കുറിച്ചിരിക്കുന്നത് വായിക്കുന്നു. പക്ഷെ പൂർണ്ണമായും ഈ ഓർമ്മകൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്നറിയില്ല. ഒരു ദിവസം ഇത് മായുമോ, മായാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ആ കത്ത് അവസാനിപ്പിക്കുമ്പോൾ അത് വായിക്കുന്ന ഇവനും ചെറിയ ഫീലിംഗ്സ് തോന്നി തുടങ്ങുന്നു. ഇതേ സമയം ഡോക്ടർ കൊസാക്കയുടെ ബ്ലഡ് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുകയാണ്. പൂർണ്ണമായും അവന്റെ ശരീരത്തെ ആ പാരസൈറ്റ് മാറി എന്നാണ് കരുതിയതെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ടില്ല, വീണ്ടും അത് വരുന്നു എന്നത് ഡോക്ടർ മനസ്സിലാക്കുന്നു. ഇതിന് പെർമനന്റ് ആയ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് ഡോക്ടർ മുത്തശ്ശനെ കണ്ടറിയിക്കുന്ന ആ ദിവസം ക്രിസ്മസ് ഈവനിംഗ് ആയിരുന്നു. ഡിസംബർ 24 തീയതി രാത്രി 7 മണിക്കാണല്ലോ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തകർക്കുന്ന വൈറസ് കൊസാക്ക സെറ്റ് ചെയ്ത് വെച്ചത്. അവൻ ക്രിസ്മസ് ആഘോഷം കാണാനായി റോഡിലേക്ക് പോകുന്നു. ആ സമയം ആളുകളെല്ലാം വളരെ എൻജോയ് ചെയ്യാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സനയുടെ എൻട്രി. സനയ്ക്കും ഇവൻ ചെയ്ത വൈറസിന്റെ കാര്യം അറിയാം. അവൾ ഇന്നത്തെ ഡേറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അവനെ കാണാൻ എത്തിയതാണ്. നിന്റെ വൈറസ് വർക്കൗട്ട് ആയില്ലല്ലോ, 7 മണി ആയല്ലോ എന്നവൾ പറയുന്ന ആ സമയത്ത് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എല്ലാം താറുമാറാകുന്നു. ആളുകൾ എന്ത് സംഭവിച്ചു എന്നറിയാതെ തലങ്ങും വിലങ്ങും പരിഭ്രാന്തരായി ഓടുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അത് കണ്ട് ചിരിക്കുന്നു. മുന്നേ കൊസാക്കയുടെ ശരീരത്തിൽ നിന്ന് പാരസൈറ്റ് പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് ബ്ലഡ് ടെസ്റ്റിൽ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവന് ആദ്യം നഷ്ടപ്പെട്ട സനയുടെ ഓർമ്മകൾ തിരിച്ചെത്തിയിരിക്കുന്നു. അവളെ കണ്ട് അവൻ ഒരുപാട് സന്തോഷിക്കുന്നു. എത്രയൊക്കെ അകറ്റാൻ ആരൊക്കെ ശ്രമിച്ചാലും ചേരേണ്ടവർ ചേർന്നിരിക്കുക തന്നെ ചെയ്യും. അത് അവരുടെ കുറവുകളിലൂടെ ആണെങ്കിൽ പോലും ചേരേണ്ടവർ ചേരും. അങ്ങനെ ഇത്രയും നാള് ഒറ്റപ്പെട്ട് ജീവിച്ച ഈ ലോകത്ത് ഇവർ പരസ്പരം ഇപ്പോൾ കൂട്ടായി മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.